അപ്പോൾ നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ ഇന്നത്തെ അതിഥി വരാനുള്ള സമയമായിരിക്കുകയാണ്. നല്ല കുറെ പാട്ടുകൾ കേൾക്കാൻ, അതായത് വയലിനിലൂടെ നമുക്ക് കേൾക്കാനുള്ള ഒരു അവസരം ഒരുക്കിക്കൊണ്ടാണ് ഒരു വയലിനിസ്റ്റ് ആണ് ഇന്നിവിടെ അതിഥിയായിട്ട് വരാൻ പോകുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ശിശിര ആർ ശങ്കർ. അപ്പോൾ റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയൂ, പുതിയ വിശേഷങ്ങൾ. ഈ വൈറലായതിനു ശേഷം എന്താണ് ജീവിതത്തിൽ വന്നൊരു മാറ്റം? പാലക്കാട്ടുകാർ എന്ത് പറയുന്നു? പ്രോഗ്രാംസ് അത്യാവശ്യം നല്ല രീതിക്ക് വരാറുണ്ട്. ഓക്കെ, പിന്നെ കുറച്ചും കൂടി ഇംപ്രവൈസ് ചെയ്ത് ഓരോന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു. ഈ പാലക്കാട് കൽപ്പാത്തി അവിടെയൊക്കെ ജനിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു കലാപരമായിട്ടുള്ള ഒരു കാറ്റ് വീശണ സ്ഥലമാണ്. അവിടെ ജനിക്കുമ്പോൾ തന്നെ നമുക്ക് പല കാര്യങ്ങളിലും ഒരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നും. അങ്ങനെ വളരെ കുഞ്ഞു പ്രായത്തിൽ തോന്നിയ ഒരു ആഗ്രഹം, ഇഷ്ടമാണോ ഈ വയലിൻ എന്ന് പറയുന്നത്? തീർച്ചയായും. അപ്പോൾ ഒരു ഭയങ്കര ടഫായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് വയലിൻ, അല്ലേ? അപ്പോൾ അത് പഠിക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നും ഇത് വേണോ, ശരിയാവോ, അങ്ങനെയൊക്കെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, സ്റ്റാർട്ടിങ്ങിൽ അത്യാവശ്യം നല്ല പാട്ട് പഠിച്ചത് കൊണ്ട് എനിക്ക് കവർ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് പോകുന്നുണ്ട്. ഈ BA-ക്കും റാങ്ക് ഉണ്ടായിരുന്നു, അല്ലേ? 3rd റാങ്ക്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇപ്പോ BA, ഇപ്പോൾ MA ആണല്ലേ? MA സെക്കൻഡ് ഇയർ വയലിൻ എടുത്ത് ഗംഭീരമായി ആ ഒരു പഠനം നടത്തിക്കൊണ്ടിരിക്കുക. കൈലാഷിന് എന്താണ് ഇഷ്ടം വയലിൻ പഠിക്കുന്ന ആൾക്കാരോട് ചോദിക്കാൻ? തീർച്ചയായിട്ടും ശിശിരയുടെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവം നൽകട്ടെ. കാരണം വേറെ കൊണ്ടല്ല, ഈ വയലിൻ പലപ്പോഴും നമ്മൾ കേട്ടിരിക്കുന്നത് ഭയങ്കര പെയിൻഫുള്ളായ സിറ്റുവേഷനിലാണ്. നമ്മൾ പറയില്ലേ, ഞാനൊക്കെ പറയാറുണ്ട്, വിഷമിക്കുമ്പോൾ നീ വെറുതെ വയലും വായിക്കല്ലേ, അതായത് നീ അത് വിട് എന്ന് പറയണേ. പക്ഷെ വയലിൻ പെയിൻ മാത്രമല്ല, അതൊരു ഇമോഷനാണ്. എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇമോഷണൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻസ്ട്രുമെൻ്റ് ചൂസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വല്ലാത്ത ചില സാഹചര്യങ്ങൾ കടന്നു പോയിട്ടുള്ള ഒരാളായിരുന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഒരുപാട് മുമ്പോട്ടേക്ക് പോകാൻ പറ്റും. ശിശിര നല്ല ഭയങ്കര രസകരമായ ഒരു പേരാണ്. ആ പേര് വയലിനിലൂടെ നിങ്ങളുടെ മറ്റുള്ള പ്രശസ്തി ആർജിക്കട്ടെ. ഇനി ചേച്ചിക്ക് എന്താ ചോദിക്കാനുള്ളത് ശിശിരയോട്? എനിക്ക് ചോദിക്കാനും പറയാനും ആശംസിക്കാനും ഒരുപാട് സ്നേഹം തരാനുണ്ട്. കാരണം ഇതൊക്കെ ഈ ഓരോരോ അവസരം വരുമ്പോൾ ഓരോന്നും നമ്മുടെ മനസ്സിൽ ട്രിഗർ ചെയ്യും. ഞാൻ കുറച്ച് വയലിൻ പഠിച്ചിട്ടുണ്ട്. വയലിൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കർണാട്ടിക് പഠിക്കാതെ അല്ല, കുറച്ച് മൃദംഗം പഠിച്ചു. അപ്പോൾ കയ്യിന് സ്പോണ്ടിലോസിസ് പറഞ്ഞ മെല്ലെ ഒഴിവായി. വയലിൻ പഠിച്ചത് നല്ല വേദന, വിരല് നമ്മളിങ്ങനെ നീക്കുമ്പോൾ നല്ല വേദനയൊക്കെ അല്ലേ ആ തുടക്കത്തിൽ. അപ്പോൾ പിന്നെ ക്ലാസിക്കൽ മ്യൂസിക് ആദ്യമേ കുട്ടിക്കാലം മുതൽക്ക് പഠിക്കണോണ്ടാണ് ഇപ്പോൾ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. അപ്പം നമുക്ക് ഈ സപ്തസ്വരങ്ങളോ അതും ഇതൊക്കെ അതിൻ്റെയൊക്കെ വേരിയേഷൻസ് ഒക്കെ വേഗം കിട്ടുമല്ലോ. അതെ. അപ്പോൾ വയലിൻ എന്ന് പറഞ്ഞാൽ മോഹിനിയാട്ടത്തിൽ ഏറ്റവും ജാസ്തി ഇമോഷൻസ് കൊടുക്കുന്നതാണ് വയലിനാ. ആ മോഹിനിയാട്ടത്തിലെ പ്രണയവും എല്ലാം വയലിൻ അങ്ങ് വായിക്കല്ലോ, വയലിൻ അങ്ങ് സ്വന്തമായ ശബ്ദം ഉണ്ടാക്കിയിട്ട്. അതപ്പോൾ മോളൊക്കെ എല്ലാ ഭാവുകാശംസകളും നേരുന്നു. വളരെയധികം സന്തോഷമുണ്ട്. ഫാമിലിക്ക് എങ്ങനെയാണ് കലാപരമായിട്ട്? അവര് എന്തെങ്കിലും കലയുമായിട്ട്? മാമൻ മ്യൂസിക് സാറായിരുന്നു. പിന്നെ മൃദംഗം, ഡാൻസിനൊക്കെ റൈറ്ററാണ്. പിന്നെ അച്ഛനാണ് എൻ്റെ ആദ്യ ഗുരു. അച്ഛനാണ് പാട്ട് പഠിപ്പിച്ചത്. കീബോർഡിസ്റ്റ് ആണ്. പിന്നെ മുത്തശ്ശൻ ആള് പഴയ പാട്ടുകാരൻ, ഗാനമേള പണ്ട് മുതൽ അങ്ങനെയൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഫാമിലി ആയിട്ട് കിട്ടിയ ഒരു വാസനയാണ് അത് മോള് കൊണ്ടുപോകുന്നത്. വളരെയധികം സന്തോഷമുള്ള കാര്യം. അപ്പൊ നമുക്ക് കൂടെ വന്നിരിക്കുന്ന അവരെ കൂടെ ഒന്ന് പരിചയപ്പെടാം. നമസ്കാരം. റെഡ് കാർപ്പറ്റിലേക്ക് രണ്ടുപേർക്കും സ്വാഗതം. ശിശിരയുടെ അമ്മ അല്ലെ? അമ്മയുടെ പേര് പറയൂ. സീന. അപ്പൊ സീന ചേച്ചി എന്ത് വർക്ക് ചെയ്യുന്നുണ്ടോ, അതെയോ ഹൗസ് വൈഫ് ആണോ? ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. എവിടെയാണ്? ഫോറസ്റ്റില്. അതുകൊണ്ടാണോ പച്ച സാരി കൊടുത്തിട്ട്? ഇതിവിടെ മൊത്തം പച്ചമയാണ്. അത് പ്രകൃതിയോട് വളരെ ഇണങ്ങി ജീവിക്കുന്ന ആളായതുകൊണ്ടാണ്. അപ്പൊ കാട്ടിലെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? അവിടെ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല? ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മള് വെറുതെ പേടിക്കുന്നതാണ്. അതാണ് അല്ല, ഈ കാട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്ന മനുഷ്യന്മാരാണ്. അവര് കേറാതിരിക്കുക എന്നുള്ളതാണ് ഫോറസ്റ്റിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. ഓക്കെ, എന്തായാലും നമുക്ക് കൂടെ വന്നിരിക്കുന്ന ഇത് മാമനാണ്. ഓക്കെ, അപ്പൊ താങ്കളാണ് മൃദംഗിസ്റ്റ് അല്ലേ?
ഞാൻ പാട്ടുമാഷാണ്. പാട്ടുമാഷാണ്. പിന്നെ ആശാശരത്തിൻ്റെ കൂടെ 5 വർഷം അവിടെ സ്കൂളിലായിരുന്നു Okay. കൈരളി കലാകേന്ദ്രയിൽ. അതിനുശേഷം ഇവിടെ പേര് സിജിൽ കൊടുങ്ങല്ലൂർ എന്നാണ് അറിയുന്നത്. സിജിൽ കൊടുങ്ങല്ലൂർ. 2 കവിതാ സമാഹാരം ഇറക്കിയിട്ടുണ്ട്. മനസ്സിലായി. അപ്പോൾ എന്താണ് ശിശിര എന്ന് പറയുന്ന മരുമകൾക്കുപരി ഈ ഒരു കുട്ടി, ഈ ഒരു കലാകാരിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മിടുക്കിയാണോ? ചെറുപ്പത്തിൽ ആ ടാലന്റ് കാണിച്ചിരുന്നു. പിന്നെ പാട്ടും നന്നായിട്ട് പാട്ട് പാടും. പിന്നെ വയലിൻ വെസ്റ്റേൺ പഠിക്കാതെ തന്നെയാണ് കൂടുതലും ഇപ്പോൾ സ്റ്റേജ് ഷോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെസ്റ്റേൺ പഠിക്കാതെ തന്നെ അത് വായിക്കാൻ തുടങ്ങി അല്ലേ? അടിപൊളി. അപ്പോൾ